കാസർഗോഡ് കുമ്പള ആരിക്കൊടി കോട്ടയിൽ നിധി കുഴിച്ചെടുക്കാനെത്തിയ മൊഗ്രാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കം 2 പേർ പിടിയിലായി. ഒപ്പമുണ്ടായിരുന്ന 2 പേർ ഓടി രക്ഷപ്പെട്ടു. ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് ഇവരെ പിടികൂടിയത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവരെത്തിയത് അവിടെ നിധിയുണ്ട് എന്ന് വിശ്വാസത്തിൽ അവിടെ നിധി കുഴിച്ചെടുക്കാൻ എത്തിയതാണ്. അതിലൊരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ട്, മൊഗ്രാൽ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റാണ്. അപ്പോൾ അരുൺ പാറയ്ക്കൽ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും. അരുൺ, അങ്ങനെ നിധി കുഴിച്ചെടുക്കാനെത്തിയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെയൊക്കെ പോലീസ് പിടിച്ചോണ്ട് പോയല്ലേ? വിജുകുമാർ, രസകരമായ ഒരു സംഭവമാണ് ഇന്നിപ്പോൾ ഉണ്ടായത്. ഇന്ന് 4 മണിയോടുകൂടിയാണ് കുമ്പള പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലുള്ള ആരിക്കാടി കോട്ടയിലാണ് ഈ നിധി കുഴിച്ചെടുക്കാൻ 5 സംഘം എത്തിയത്. അപ്പോൾ 5 സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മൊഗ്രാൽ പുത്തൂർ വൈസ് പ്രസിഡന്റാണ്. മുസ്ലിം ലീഗാണ് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ മൊഗ്രാൽ പുത്തൂർ വൈസ് പ്രസിഡന്റായ മുജീബ് കമ്പാറിന്റെ നേതൃത്വത്തിലാണ് ഈ സംഘം എത്തിയത് എന്നതാണ്. ഈ പ്രതികളുടെ പേര് വിവരങ്ങൾ ഇങ്ങനെയാണ്: ഭീമനടി സ്വദേശി അജാസ്, മൊഗ്രാൽ പുത്തൂർ വൈസ് പ്രസിഡന്റ് മുജീബ് റഹ്മാൻ, ഇങ്ങനെ 5ഓളം പേരാണ് വിജയകുമാർ ഈ കേസിലുള്ളത്. ഇത് സംഭവം ഇങ്ങനെയാണ്. അതായത് ഈ പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലുള്ള കുമ്പള ആരിക്കാടി കോട്ടയിൽ നിധിയുണ്ടെന്ന് വിശ്വസിപ്പിച്ച് മുജീബ് കമ്പാറാണ് ഈ മറ്റ് 4 പേരെ കൂടി ഇവിടേക്ക് എത്തിക്കുന്നത്. 3 ദിവസം മുൻപ് ഇവർ കോട്ടയ്ക്കകത്ത് നിധി അന്വേഷിച്ച് എത്തിയിരുന്നു. തുടർന്നാണ് ഇവർ ഈ നിധി കുഴിച്ചെടുക്കേണ്ട സ്ഥലത്തെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടായത്. ഈ കിണറിനടുത്ത് അവർ നിധി കുഴിച്ചെടുക്കുകയായിരുന്നു. ഇതിനിടയിലാണ് പുറത്തേക്ക് ഈ നാട്ടുകാർ ശബ്ദം കേട്ടത്. നാട്ടുകാർ ശബ്ദം കേട്ടതനുസരിച്ച് അവർ ഈ പ്രദേശത്തെ പരിശോധനയ്ക്കായി എത്തുകയായിരുന്നു. അപ്പോഴാണ് ഈ ആളുകൾ ഇവിടെ നിധി ഉണ്ടെന്ന് ഇവരോട് ആര് പറഞ്ഞു? അതൊരു സംശയമാണല്ലോ. ഇതിപ്പോൾ ഇവർ നിധി ഉണ്ടെന്ന് അറിയുന്നു. ഇതൊക്കെ എങ്ങനെ വരുന്ന വിവരങ്ങളാണ് അരുൺ? ഈ നിധിയെ പറ്റി ഇവർക്ക് എവിടുന്ന് വിവരം കിട്ടി? അതും ഒരു വലിയ ചോദ്യമാണല്ലോ. പലരും ചോദിക്കുന്നുണ്ട്, നിധി ഉണ്ടോ ശരിക്കും അവിടെയെന്ന്. ബിജുമാർ, ഈ കാസർഗോഡ് ജില്ലയിലെ പല ഭാഗങ്ങളിലും അങ്ങനെയുള്ള ഒരു ഐതിഹ്യമൊക്കെ ആളുകൾ, അങ്ങനെയുള്ള വിശ്വാസമൊക്കെ ഉണ്ട്. പ്രധാനമായും ഈ ഭീമനടി പ്രദേശങ്ങളിലൊക്കെ, ഭീമനടി മലമേഖലകൾ പണ്ട് രാജകുടുംബത്തിന്റെ അധീനതയിലായിരുന്നു. ഈ ടിപ്പു സുൽത്താന്റെ ആക്രമണ സമയത്ത് രാജകുടുംബം സ്വർണ്ണാഭരണങ്ങളും പണവും ഉൾപ്പെടെ അവിടെ ഈ അറകളായി കുഴിച്ചിട്ടിരുന്നു എന്നൊക്കെ വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഈ ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലുള്ള ഈ ആരിക്കാടി കോട്ടയിലും ഇവർ എത്തുന്നത്. ഇത് മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായ മുജീബ് കമ്പാറാണ് ഈ ആളുകളെ അവിടെ വിശ്വസിപ്പിച്ച് എത്തിച്ചത് എന്നാണ് പറയുന്നത്. അവർ വിശ്വസിപ്പിക്കാൻ പറഞ്ഞ കാരണം കണ്ണൂരിലെ കുടുംബശ്രീ പ്രവർത്തകർക്ക് ഇങ്ങനെ നിധി ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഈ കോട്ടയിൽ നിധി ഉണ്ട്, അവിടെ കുഴിച്ചെടുത്ത കിണർ കുഴിച്ചു കഴിഞ്ഞാൽ ആ നിധി കണ്ടെത്താൻ കഴിയുമെന്ന് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് വിശ്വസിപ്പിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മറ്റ് 4 യുവാക്കളും കൂടി ആ കോട്ടയ്ക്കകത്തേക്ക് എത്തുന്നത്. കിണർ കുഴിക്കുന്ന സമയത്താണ് നാട്ടുകാർ ഈ ഒരു ശബ്ദം കേൾക്കുന്നത്. ആ ശബ്ദം കേട്ട് നാട്ടുകാർ എത്തി. അപ്പോഴേക്കും ഇവർ രക്ഷപ്പെടുകയായിരുന്നു. 2 പേർ കിണറ്റിൽ നിന്ന് കയറാൻ കഴിയാതെ കിണറ്റിൽ അകപ്പെട്ടു. അങ്ങനെ പോലീസ് എത്തിയാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ രക്ഷപ്പെട്ട ആളുകളെയും ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. ശരി അരുൺ, എന്തായാലും വളരെ കൗതുകമുള്ള വിവരം തന്നെ. അതിൽ കൂടുതൽ അന്വേഷണം നടക്കട്ടെ. കാസർഗോഡ് കുമ്പള ആരിക്കൊടി കോട്ടയിലാണ് നിധി കുഴിച്ചെടുക്കാൻ ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ എത്തിയത്. അതിൽ 2 പേർ പിടിയിലായിട്ടുണ്ട്. ഒപ്പമുണ്ടായിരുന്ന 2 പേർ ഓടി രക്ഷപ്പെട്ടു. നാട്ടുകാരാണ് ഇവരെ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത്. അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകി.